നശിപ്പിക്കപ്പെട്ട കുരിശ് പുനഃസ്ഥാപിക്കാൻ കൊടുന്തണുപ്പിൽ 35 കിലോ ഭാരമുള്ള കുരിശ് ചുമന്ന് 14 മണിക്കൂർ മല കയറിയ 18കാരന്റെ വിശ്വാസ തീക്ഷ്ണതയ്ക്കും നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നമിച്ചു ലോകം. സ്പെയിനിലെ പൈറനീസ് മലനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ അനറ്റോയുടെ നെറുകയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് 18കാരനായ ഫ്രഞ്ച് യുവാവ് മായയിലെ ലാഗ്ഡെക്കിന്റെ ഈ വിശ്വാസ സാഹസം. സ്പെയിനിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായ അനറ്റോയിൽ 1951 ആദ്യമായി കുരിശ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ സിവിൽ ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് 3 മീറ്റർ ഉയരവും 100 കിലോയോളം ഭാരവുമുള്ള കുരിശ് ആരോ തകർത്ത് മലഞ്ചെരുവിലേക്ക് എറിഞ്ഞതായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് മായയിലെ ലാഗ്ഡെക്ക എന്ന ഈ 18കാരൻ സ്വന്തം കൈകൊണ്ട് രൂപപ്പെടുത്തിയ 35 കിലോ ഭാരമുള്ള വാൽനട്ട് തടിയുടെ കുരിശുമായി മല കയറുകയായിരുന്നു. ലാൻഡ്സ്കേപ്പ് വിദ്യാർത്ഥിയായ മായയിൽ മഞ്ഞും കൊടുന്തണുപ്പും നിറഞ്ഞ പാതയിലൂടെ 14 മണിക്കൂറോളം നീണ്ട കഠിനമായ കാൽനട യാത്രയ്ക്കൊടുവിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. വഴിയിലുടനീളം നിരവധി ആളുകൾ തനിക്ക് ധൈര്യം പകർന്നു തന്നതായും യാത്രയുടെ ഏറ്റവും ദുഷ്കരമായ ഘട്ടത്തിൽ ഒരു സ്ത്രീ തന്റെ ഹൈക്കിംഗ് പോൾ നൽകി സഹായിച്ചതായും മായൽ നന്ദിയോടെ ഓർക്കുന്നു. മായലിന്റെ പരിശ്രമത്തെ ബൊനാസ്ക മേയർ മാനുവൽ മോറ അഭിനന്ദിക്കുകയും യഥാർത്ഥ കുരിശ് പുനഃസ്ഥാപിക്കുന്നതുവരെ ഇത് അവിടെ തുടരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കൊടുമുടിയിൽ കുരിശ് സ്ഥാപിക്കാനായി എന്ന വസ്തുത തനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്നും നമ്മുടെ പൈതൃകങ്ങളെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും മായൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കുറിച്ചു. കുരിശ് നിർമ്മിക്കുന്നത് മുതൽ അത് കൊടുമുടിയിൽ സ്ഥാപിക്കുന്നത് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും മായൽ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെയും മാനവികതയുടെയും അത്യപൂർവമായ അടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ് ഈ 18കാരന്റെ സാഹസിക യാത്ര.